Hi friends, I am Nishad. ഒരു ഫോട്ടോ ഇല്ല അതിനകത്തൊക്കെ എന്താണ് ഇത്ര സംഭവം വരാനിരിക്കുന്നതെന്നൊക്കെ ആലോചിച്ചിട്ട് നിങ്ങൾ പല ആൾക്കാരും ചിലപ്പോൾ ഷെയർ ചെയ്തിട്ടുണ്ടാവാം. ചിലപ്പോൾ അറിയാതെ ആൾക്കാർ ഷെയർ ചെയ്യുന്നത് വഴി പല സൈബർ കുറ്റകൃത്യങ്ങളിലും ചെന്ന് ചാടാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. നമുക്ക് ഒരു ഫോട്ടോയ്ക്കുള്ളിൽ എന്തെല്ലാം ഒളിപ്പിക്കാൻ സാധിക്കും, എങ്ങനെയൊക്കെ അത് ഒളിപ്പിക്കാൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എങ്ങനെ ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ ഇതിനകത്ത് പറയുന്നതെന്ന് പറഞ്ഞാൽ, നമുക്ക് നല്ല ഉദ്ദേശത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്നവരുണ്ട്. നമ്മുടെയൊക്കെ പേഴ്സണൽ ഫോട്ടോസൊക്കെ അല്ലെങ്കിൽ പേഴ്സണൽ ഫയലുകൾ മറ്റുള്ളവരിലേക്ക് എത്താതിരിക്കാൻ വേണ്ടിയിട്ട്, മറ്റുള്ളവർ മിസ്യൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പലപ്പോഴും എന്ത് വഴിയാണെന്ന് ആലോചിച്ചിരിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. കാരണം നിങ്ങൾക്ക് അതൊക്കെ സെൻഡ് ചെയ്ത് കൊടുത്ത് മറ്റുള്ളവർക്ക് സെൻഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലും കാണുന്ന ഒരാൾക്ക് ഞാൻ ഈ കാണിച്ച പോലെ ഒരു പിക്ചറായിട്ട് മാത്രമേ അത് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിനകത്ത് നമുക്ക് ഫയൽസ് ഹൈഡ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കുന്നതാണ്. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ആ ഒരു പരിപാടി ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മുടേതൊരു പുതിയൊരു ചാനലാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ ഈ ചാനൽ ഇതിനു മുമ്പേ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് കാണാവുന്നതാണ്. ഞാനിപ്പോൾ വിൻഡോസിൻ്റെതാണ് കാണിക്കുന്നത്. ഏതാണ്ട് സെയിമാണ് മാക്കിലും. നിങ്ങൾക്ക് ടെർമിനലിൻ്റെ അടുത്ത് ചെയ്യാവുന്നതേ ഉള്ളൂ. അതിൻ്റെ കമാൻഡ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അത് നമുക്ക് ചെയ്യാനായിട്ട് ചെറിയ 2 കമാൻഡിൻ്റെ മാത്രമേ ആവശ്യമുള്ളൂ. ആദ്യം നമുക്ക് ആ ഫയൽസിനെ കോപ്പി ചെയ്ത് ഡെസ്ക് ടോപ്പിലൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് കോപ്പി ചെയ്ത് മാറ്റിയിടാവുന്നതാണ്. ഞാനിപ്പോൾ ഡെസ്ക്ടോപ്പിലൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ട് അതിനകത്ത് ഇത്രയും ഫയൽ ഞാൻ കോപ്പി ചെയ്ത് മാറ്റിയിട്ടിട്ടുണ്ട്. ഈ ഫയലിനകത്താണ് നമുക്ക് ബാക്കിയുള്ള ഫയലെല്ലാം ഹൈഡ് ചെയ്യേണ്ടത്. ഇതാണ് ആ JPEG ഫയലായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാനിതിൽ ഹൈഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഒരു MP3 ഉണ്ട്, ഒരു MP4 ഫയലുണ്ട്, ഒരു JPEG ഫയൽ, ഒരു ഇമേജ് ഉണ്ട്, ഒരു Excel ഫയൽ, ഒരു PDF ഫയൽ. ഇത്രയും ഫയലിനെയും ഞാൻ ഇതിനകത്ത് ഹൈഡ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ പ്രോപ്പർട്ടീസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും 375 KB ആണ് അതിൻ്റെ സൈസ് വരുന്നത്. ആ ഇമേജിൻ്റെ ഇപ്പോഴുള്ള സൈസ് വരുന്നത്. നമുക്ക് കംപ്രസ് ചെയ്ത് കഴിഞ്ഞ ശേഷം ഈ ഫയൽസിൻ്റെ കൂടെ സൈസ് അതിൽ ആടാവുന്നതാണ്. അതിപ്പോൾ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. അത് നമ്മൾ ഇത് മൊത്തത്തിൽ ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് സെൻഡ് ടു കംപ്രസ്ഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. പക്ഷേ പാസ്വേഡൊക്കെ ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് WinRAR എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. നമ്മുടെ കമ്പ്യൂട്ടറിൽ കോമൺ ആയിട്ട് തന്നെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് ചിലപ്പോൾ നിങ്ങളുടെ സിസ്റ്റത്തിൽ അത് ഉണ്ടാവും. ഇല്ല എങ്കിലൊന്ന് ഡൗൺലോഡ് ചെയ്താൽ മതി. ഫ്രീ ആയിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് WinRAR. അപ്പോൾ അത് എടുത്തു കഴിഞ്ഞ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് മൊത്തത്തിൽ സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ആഡ് ടു ആർക്കൈവ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും. നമ്മളതിനെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ നെയിം കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്. നമുക്ക് ആദ്യം ഇവിടെ എന്താ ഇപ്പോൾ ഒരു പേര് കൊടുക്കുക. ഞാനിപ്പോൾ ഹബ്ബ് എന്നൊരു നെയിം വെറുതെ കൊടുക്കുകയാണ്, hub.rar. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് അഡ്വാൻസ്ഡ് എന്ന് പറയുന്ന ടാബിൽ വന്നു കഴിഞ്ഞാൽ സെറ്റ് പാസ്വേഡ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണും. നിങ്ങൾക്ക് വേണമെങ്കിൽ പാസ്വേഡ് കൊടുത്താൽ മതി. പാസ്വേഡ് കൊടുക്കണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾക്ക് പാസ്വേഡ് കൊടുക്കണമെങ്കിൽ മാത്രം പാസ്വേഡ് കൊടുക്കുക. സെറ്റ് പാസ്വേഡ് കൊടുത്ത ശേഷം ഞാനിപ്പോൾ 12345 എന്ന് വെറുതെ ഒരു പാസ്വേഡ് കൊടുക്കുകയാണ്. എൻക്രിപ്റ്റ് ഫയൽ നെയിംസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യരുത്. ഇങ്ങനെ ചെയ്യുമ്പോൾ എറർ വരാൻ സാധ്യതയുണ്ട്. എൻക്രിപ്റ്റ് ഫയൽ നെയിംസ് കൊടുത്തു കഴിഞ്ഞാൽ ഉപയോഗം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഫയൽ ഓപ്പൺ ചെയ്യുമ്പോഴേ പാസ്വേഡ് ചോദിക്കും. മറ്റത് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ ശേഷം അതിനകത്തുള്ള ഫയൽ ഓപ്പൺ ചെയ്യാൻ നേരത്തെ ആയിരിക്കും നമ്മളോട് പാസ്വേഡ് ചോദിക്കുക. പക്ഷേ അതാണ് നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ച് എറർ കുറവുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഓക്കെ കൊടുക്കാം. ഓക്കെ കൊടുത്തിട്ട് നമ്മളിപ്പോൾ ഇതെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഹബ്ബ് എന്ന് പറയുന്ന ഫയൽ, ഈ RAR ഫയലിനകത്ത് നമ്മുടെ ഫയലെല്ലാം ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഫയലിനെല്ലാം ഡിലീറ്റ് ചെയ്ത് കളയാവുന്നതാണ്. ഒളിപ്പിക്കേണ്ട RAR ഫയലും ആ ഇമേജ് ഫയലുമാണ് നമുക്കിവിടെ ബാലൻസ് ഉള്ളത് അല്ലേ. അപ്പോൾ നമുക്കിനി ഇതിനെ ഈ ഇമേജ് ഫയലിനകത്താക്കാൻ വേണ്ടി എന്താ ചെയ്യാൻ നോക്കാം. സ്റ്റാർട്ട് എടുക്കുക. സ്റ്റാർട്ട് എടുത്തിട്ട് CMD എന്ന് ടൈപ്പ് ചെയ്യുക. കമാൻഡ് പ്രോംപ്റ്റ്, അതായത് നിങ്ങൾക്ക് റൺ എടുത്തിട്ടായാലും എടുക്കാവുന്നതാണ്. CMD എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കമാൻഡ് പ്രോംപ്റ്റിൻ്റെ ഈ ഒരു വിൻഡോ കിട്ടും. അത് കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഇതാണ് നമ്മുടെ ഫോൾഡർ. ആ ഫോൾഡറിനകത്തുള്ള ഫയൽസാണ് ഇത് അല്ലേ. അപ്പോൾ നമുക്ക് ആ ഫോൾഡറിനെ ഈ കമാൻഡ് പ്രോംപ്റ്റിന് കാണിച്ചു കൊടുക്കേണ്ടതുണ്ട്. ആ ഫോൾഡറിനകത്താണ് നമ്മുടെ ഫയൽ കിടക്കുന്നത് എന്ന് കാണിച്ചു കൊടുക്കേണ്ടതുണ്ട് തുടക്കത്തിൽ. അതിന് വേണ്ടിയിട്ട് നമ്മൾ CD 2 കമാൻഡ് മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ കേട്ടോ. ഒരുപാട് കമാൻഡൊന്നുമില്ല, വലിയ കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് പറ്റത്തില്ല എന്ന് ആരും വിചാരിക്കേണ്ട, സിമ്പിളാണ്. CD എന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത ശേഷം നമ്മുടെ ഫയൽ കിടക്കുന്ന ഫോൾഡറിനെ ഒന്ന് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ആ ഇമേജ് ഫയലിനെയോ അല്ലെങ്കിൽ നമ്മുടെ RAR ഫയലിനെയോ ഏതിനെങ്കിലും ആ ഫോൾഡറിനകത്ത് തന്നെ ഉള്ള ഫയലിനെ നമ്മൾ എടുക്കണം. അതിൻ്റെ ലൊക്കേഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ലൊക്കേഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇത് മുതൽ
സി കഴിഞ്ഞിട്ട് ബാക്ക്വേഡ് സ്ലാഷ് വരുന്നത് കഴിഞ്ഞിട്ടുള്ള യൂസേഴ്സ് എന്ന് തുടങ്ങുന്നിടത്ത് നമ്മൾ അത്രയും ഭാഗം വരെ കോപ്പി ചെയ്തെടുക്കുക. കോപ്പി ചെയ്തെടുത്ത ശേഷം CD എന്ന് എഴുതിയെടുത്ത് ഒരു ഫോർവേഡ് സ്ലാഷും കൂടെ ഇട്ട ശേഷം നമ്മൾ അതിനെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. റൈറ്റ് ക്ലിക്ക് ചെയ്താൽ മതി, അത് പേസ്റ്റ് ആവും. അതല്ല എങ്കിൽ Ctrl+V താത്താൽ മതി, അത് പേസ്റ്റ് ആവുന്നതാണ്. എന്നിട്ട് നമ്മൾ എൻ്റർ കൊടുക്കുക. അപ്പോൾ നമ്മുടെ ആ ഫോൾഡറിലോട്ട് നമ്മുടെ കമാൻഡ് പ്രോംപ്റ്റിൻ്റെ മുഴുവൻ ശ്രദ്ധയും വന്നു എന്നുള്ളത് മനസ്സിലാക്കിയാൽ മതി. അതിനുശേഷം നമ്മൾ ആ ഫയലിനെ എവിടെയാണോ കിടക്കുന്നത് അതിനെ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആ ഫയലിൻ്റെ പേര് രണ്ടും കാണാൻ കഴിയുമല്ലോ. അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്ത് test.jpg എന്നും hub.rar എന്നും കിടക്കുന്നുണ്ടല്ലോ. ഇതിപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സിസ്റ്റത്തിൽ ചിലപ്പോൾ ആ ഒരു എക്സ്റ്റൻഷൻ കൂടി കാണാനുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്തിട്ടില്ലെങ്കിൽ കാണാൻ സാധിക്കത്തില്ല. അപ്പോൾ അത് എനേബിൾ ചെയ്യാൻ ഇവിടെ വ്യൂ എന്നുള്ള ഓപ്ഷൻ എടുത്തിട്ട് ഫയൽ നെയിം എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് നമ്മൾ ടിക്ക് കൊടുത്താൽ മാത്രം മതി. നമുക്കിവിടെ അത് കാണാനായിട്ട് സാധിക്കും. വിൻഡോസ് 7 ഒക്കെയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്കിവിടെ ഫയൽ എടുക്കുമ്പോൾ ഇവിടെ ഇതുപോലെ ചേഞ്ച് ഫോൾഡർ ആൻഡ് സെർച്ച് ഓപ്ഷൻ എന്ന് കാണാൻ സാധിക്കും. അതെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ വ്യൂ എന്ന് പറയുന്നിടത്ത് ഇവിടെ കണ്ടോ ഹൈഡ് എക്സ്റ്റൻഷൻ ഫോർ നോൺ ഫയൽ ടൈപ്സ് എന്നുള്ളത് ടിക്കല്ല എന്ന് ഉറപ്പ് വരുത്തുക. ടിക്കാണെങ്കിൽ നിങ്ങൾക്ക് അത് കാണാൻ സാധിക്കില്ല, ടിക്കല്ല എങ്കിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അത്രയും നോക്കുക. അതിനുശേഷം നിങ്ങൾ അടുത്ത് ഒരു കമാൻഡ് കൂടെ നമുക്ക് ടൈപ്പ് ചെയ്യേണ്ടതുണ്ട്, ഒരു സിമ്പിൾ കമാൻഡ്. അതും കൂടെ കഴിഞ്ഞാൽ പണി കഴിഞ്ഞു, നമ്മുടെ ഇത് ഹൈഡാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ പേര് നോക്കി വെച്ചിട്ടുണ്ടല്ലോ അല്ലേ, ഇപ്പോൾ കാണാനായിട്ട്. ഇപ്പോൾ ഇവിടെ ഇതിൻ്റെ test.jpg എന്നുള്ളതാണ്. നമ്മളതിനെ കോപ്പി ചെയ്യാനായതുകൊണ്ട് കോപ്പി എന്ന് പറയുന്ന ഒരു കമാൻഡ് കോപ്പി കൊടുത്തു. എന്നിട്ട് സ്പേസ് ഇട്ട ശേഷം ഫോർവേഡ് സ്ലാഷ് അടിച്ചിട്ട് നമ്മൾ B എന്ന് ടൈപ്പ് ചെയ്തു. B അതിലുള്ള B നമ്മൾ ടൈപ്പ് ചെയ്തു. അതിനുശേഷം ഒരു സ്പേസ് കൂടെ ഇട്ട ശേഷം നമ്മൾ test.jpg എന്ന് ടൈപ്പ് ചെയ്തു. നിങ്ങളുടെ PNG ഫയലായിരിക്കാം ചിലപ്പോൾ, ഏതെങ്കിലും ഇമേജിൻ്റെ ഏത് ഫോർമാറ്റ് ആണെങ്കിലും അത് അതുപോലെ ടൈപ്പ് ചെയ്യുക. ഇപ്പം PNG ആണെങ്കിൽ test.png എന്ന് ടൈപ്പ് ചെയ്യുക, JPG ആണെങ്കിൽ JPG എന്ന് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം സ്പേസ് ഇട്ട് ഒരു പ്ലസ് ഇടുക. അതിനുശേഷം ഒരു സ്പേസ് കൂടെ ഇട്ട ശേഷം hub.rar ഫയൽ ഏതാണോ നമുക്ക് ഹൈഡ് ചെയ്യേണ്ട ഫയലിൻ്റെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, hub.rar. അതിനുശേഷം നമ്മൾ ഒന്നുകൂടി test.jpg ഒന്നുകൂടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതായത് നമ്മുടെ ഈ ഫയലിൻ്റെ ഔട്ട്പുട്ട് എന്താണ് വരേണ്ടത് അതാണ് നമ്മളവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തത്. നമ്മൾ അതിനുശേഷം ഓക്കെ കൊടുത്തു. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ 1 ഫയൽ കോപ്പീഡ് എന്ന് കാണാൻ പറ്റും. നമ്മൾ നേരത്തെ ഓർമ്മയുണ്ടല്ലോ, നേരത്തെ 300 സംതിങ് KB കാണിച്ച സ്ഥലത്ത് നമ്മളിപ്പോൾ ആ ഫയലിനെ പ്രോപ്പർട്ടീസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 2.5 MB പുറത്ത് സൈസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഫയൽ കോപ്പിയായി. ഇനി നമുക്ക് ഈ ഫയലിൻ്റെ ആവശ്യമില്ല. നമ്മൾ ഹൈഡ് ചെയ്ത ഫയലിനെ നമ്മൾ റിമൂവ് ചെയ്ത് കളയുകയാണ്. റിമൂവ് ചെയ്ത് കളഞ്ഞു. അപ്പോൾ നമ്മുടെ ഫയൽ നമ്മളിപ്പോൾ അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലും ആ ഒരു ഇമേജ് ഫയലാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക അല്ലേ. അപ്പോൾ ഇനി നമ്മളതിനെ മാറ്റാനായിട്ട്, ഇനി അതിൻ്റെ അകത്തുള്ള ഫയലിനെ നമുക്ക് കാണണമെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് റീനെയിം കൊടുത്തിട്ട് നമ്മൾ റാർ ഫയലാണല്ലോ ചെയ്തത്, അപ്പോൾ നമ്മൾ റാർ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഓക്കെ കൊടുക്കുക. കണ്ടോ, നമ്മുടെ ഫയൽ അവിടെ വന്നു. നമ്മളത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫയൽസൊക്കെ അവിടെ ഉണ്ട്. ഇനി നമ്മളിത് ഓപ്പൺ ചെയ്യണമെങ്കിലോ, നമ്മളിതായിപ്പോൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ കൊടുത്താൽ നമ്മൾ നേരത്തെ പാസ്വേഡ് കൊടുത്ത ഓർമ്മയുണ്ടല്ലോ, ആ പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഈ ഫയൽ ഓപ്പൺ ആകത്തുള്ളൂ, അല്ലെങ്കിൽ അത് ഓപ്പൺ ആകത്തില്ല. കണ്ടോ, ഇതാണ് ഞാൻ ജസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട ഒരു ഫയൽ. അപ്പോൾ അത്രയും സേഫായി. ഇനി നമുക്ക് ഇതിനെ തിരിച്ച് മാറ്റാനായിട്ട് റീനെയിം ചെയ്ത് ആ റാർ എന്നുള്ളത് JPG എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് പിന്നെയും പഴയ ആ ഇമേജ് ഫയലായി മാറുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഇതിനെ എങ്ങനെ വേണോ സെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. വാട്സാപ്പ് വഴിയൊക്കെ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കാര്യമൊന്നുമില്ല, അതിൻ്റെ ഇമേജ് മാത്രമേ സെൻഡ് ആക്കാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾക്ക് മെയിലൊക്കെ വഴി സെൻഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഇതിൻ്റെ ആ ഒരു പ്രോപ്പർട്ടീസ് നഷ്ടപ്പെടാതെ നമ്മൾ അതിനകത്ത് വെച്ച ഫയൽ അതിനകത്ത് തന്നെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇനി വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ കാണിച്ചു തരാം. ഞാനിപ്പോൾ നമ്മുടെ മെയിൽ ഓപ്പൺ ചെയ്യുകയാണ്. Gmail ഞാൻ ഓപ്പൺ ചെയ്തിട്ട്
എൻ്റെ തന്നെ മറ്റൊരു മെയിലിലോട്ട് ഞാൻ ഈ ഫയലിനെ അയച്ചിട്ട് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. എൻ്റെ അടുത്ത മെയിൽ ഐ ഡിക്കകത്ത് സൈൻ ഇൻ ചെയ്തിട്ട് ഞാൻ ആ ഫയൽ വന്നിട്ടുണ്ടോ എന്ന് നോക്കുകയാണ്. ഇപ്പോൾ എൻ്റെ ഫയൽ ഞാൻ അയച്ച ഫയൽ വന്നിട്ടുണ്ട്. നമ്മളത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ കാണുന്നുണ്ട്, കണ്ടോ, എൻക്രിപ്റ്റഡ് അറ്റാച്ച്മെൻറ്റ് വാർണിംഗ് എന്നും പറഞ്ഞിട്ട് നമുക്കിവിടെ ഒരു മെസ്സേജ് വരുന്നുണ്ട് മെയിലിൻ്റെ. അതിനകത്ത് ഫയൽസ് വേറെയും കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്, അത് നിങ്ങളുടെ സിസ്റ്റത്തിന് പ്രശ്നം ഉണ്ടാക്കിയേക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു മെസ്സേജാണ്. അപ്പം നിങ്ങൾക്കൊരു ഇമേജ് ഫയൽ ഇതുപോലെ സെൻഡായി വരികയാണെങ്കിൽ ഇങ്ങനെ ഒരു മെസ്സേജ് കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലുള്ള ഫയൽ ഓപ്പൺ ചെയ്യരുത്. നമ്മളിപ്പോൾ കൊടുത്ത ഫയൽ ഞാനിപ്പോൾ ഓപ്പൺ ചെയ്താൽ ഇങ്ങനെ കാണാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുത്ത ശേഷം നമുക്ക് പിന്നെയും അതിൻ്റെ എക്സ്റ്റൻഷൻ മാറ്റിക്കഴിഞ്ഞാൽ നമുക്കത് കാണാൻ സാധിക്കും. ഇത് എല്ലാ മെയിൽ സർവീസുകളിലും ചിലപ്പോൾ ഇതുപോലെ ഒരു എറർ കാണിച്ചു എന്ന് വരത്തില്ല. അപ്പോൾ നിങ്ങൾ എടുത്ത ശേഷം റാർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് സംശയമുള്ള ഫയലാണെങ്കിൽ റാർ ഒക്കെ ഒന്ന് മാറ്റി നോക്കുക, റാറെന്നോ സിപ്പെന്നോ ഒക്കെ ഒന്ന് ചേഞ്ച് ചെയ്തൊക്കെ ഒന്ന് നോക്കുക. അപ്പോൾ അതിനുശേഷം മാത്രം നിങ്ങൾ ആൾക്കാർക്കൊക്കെ നിങ്ങളുടെ ഈ ഫയൽസൊക്കെ ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. പണി കിട്ടാൻ ഉള്ള സാധ്യതകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള ഫയലുകളൊക്കെ സൂക്ഷിക്കണമെങ്കിൽ ഗൂഗിൾ ഡ്രൈവിലോ അല്ലെങ്കിൽ ലോക്കലിയോ തന്നെ ഇതുപോലെ ആക്കിയിട്ട് നിങ്ങൾക്ക് സ്റ്റോർ ചെയ്യാവുന്നതാണ്. ഗൂഗിൾ ഡ്രൈവിനകത്ത് തന്നെ നമുക്ക് ഹൈഡ് ചെയ്തിടാനുള്ള ഒരു ഓപ്ഷനുണ്ട്. അപ്പോൾ അതൊക്കെ എങ്ങനെയാണെന്നുള്ളതും നമുക്ക് അതിനകത്ത് എങ്ങനെ സേഫായിട്ട് മാറ്റിയിടാന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിനെയും കൂടി ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ ഇതുപോലുള്ള ഫയലുകളൊക്കെ നിങ്ങളുടെ പേഴ്സണൽ മെയിൽ ഐ ഡിയിൽ നിന്നൊക്കെ ആരെങ്കിലുമൊക്കെ സെൻഡ് ചെയ്ത് കൊടുക്കാൻ പറയുകയാണെങ്കിൽ അതെന്താണെന്ന് ഉറപ്പിക്കാതെ നിങ്ങൾ സെൻഡ് ചെയ്ത് കൊടുക്കാതിരിക്കുക. അതിനൊക്കെ വേണ്ടിയിട്ടാണ്, അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം, അത് എങ്ങനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കണമെന്നൊക്കെ ഞാൻ ഇതിനകത്ത് വിവരിച്ചത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുക. കൂട്ടത്തിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്ഡേറ്റ് ആയിട്ട് കാണാവുന്നതാണ്.